ಮನಸ್ಸಿದ್ದರೆ ಮಾರ್ಗ ಅನ್ನುವುದಕ್ಕೆ ನಮ್ಮ ಮುಂದೆ ಹತ್ತಾರು ಉದಾಹರಣೆಗಳಿವೆ. ಎಸಿ ರೂಮ್ನಲ್ಲಿ ಕೂತು ಲಕ್ಷ ದುಡಿಯುತ್ತಿದ್ದ ಯುವಕರು ಕೃಷಿಕರಾಗಿ ಸಕ್ಸಸ್ ಕಂಡಿದ್ದಾರೆ. ಈ ನಡುವೆ ಕೇರಳದ ಯುವಕನೊಬ್ಬನ ಸಾಧನೆ ಮತ್ತು ಕೃಷಿ ಕ್ರಮ ಭೂಮಿ ಉಳ್ಳವರಿಗೊಂದು ಪಾಠವೇ ಸರಿ. ಇವರು ಚೇರ್ತಲದ ಯುವ ರೈತ ಸುಜಿತ್. ಸಾಮಾಜಿಕ ಜಾಲತಾಣದಲ್ಲಿ ಕೃಷಿಕ ಯೂಟ್ಯೂಬರ್ ಆಗಿಯೇ ಇವರು ಗುರುತಿಸಿಕೊಂಡಿದ್ದಾರೆ. ಹಾಗಂತ ಕೇವಲ ಇವರು ಯೂಟ್ಯೂಬರ್ ಮಾತ್ರವಲ್ಲ, ಕೃಷಿಕನೂ ಹೌದು. ಈ ಸುಜಿತ್ ಈ ವರ್ಷ ರಾಜ್ಯ ಕೃಷಿ ಇಲಾಖೆಯ ಹರಿತ ಮಿತ್ರ ಪ್ರಶಸ್ತಿಗೆ ಭಾಜನರಾಗಿದ್ದಾರೆ. ಅಂದ ಹಾಗೆ ಇದು ಅವರಿಗೆ ಸಂದಿರುವ 4ನೆಯ ರಾಜ್ಯ ಪ್ರಶಸ್ತಿ. ಸುಜಿತ್ 2ನೇ ತರಗತಿ ಓದುತ್ತಿರುವಾಗಲೇ ತಂದೆ ಪವಿತ್ರನ್ ದೂರವಾಗಿದ್ದರು. ಹೀಗಾಗಿ ಕಷ್ಟವನ್ನೇ ಉಂಡು ಬೆಳೆದವರು ಸುಜಿತ್. ಹೀಗಾಗಿಯೇ ಅಂದು ಅನುಭವಿಸಿದ ಸಂಕಷ್ಟದ ದಿನಗಳು ಅವರಲ್ಲಿ ಕಿಚ್ಚು ಎಬ್ಬಿಸಿತ್ತು. ಶಾಲಾ ದಿನಗಳಲ್ಲಿಯೇ ಕೃಷಿ ಪಾಠಗಳನ್ನು ಕಲಿತರು. ನಂತರ ಚಾಲಕನಾಗಿ, ಹೋಟೆಲ್ ಉದ್ಯಮಿಯಾಗಿ, ಕಟ್ಟಡ ನಿರ್ಮಾಣ ಕೆಲಸಗಾರನಾಗಿ ದುಡಿದು ಬಂದು ನಿಂತಿದ್ದು ಕೃಷಿ ಭೂಮಿಯಲ್ಲಿ. ಹೀಗೆ ಕೃಷಿಯ ಬಗ್ಗೆ ತಮ್ಮದೇ ಡಿಫರೆಂಟ್ ಐಡಿಯಾ ಹೊಂದಿದ್ದ ಸುಜಿತ್ ಕೃಷಿ ಚಟುವಟಿಕೆ ಕೈಗೊಳ್ಳುವ ಮುನ್ನ 10 ಕಡೆ ಸುತ್ತಾಡಿದ್ರು. ಇಸ್ರೇಲಿಗೂ ಹೋಗಿ ಬಂದು ಜ್ಞಾನ ವೃದ್ಧಿಸಿಕೊಂಡರು. ಹೀಗೆ ಅಧ್ಯಯನದ ಬಳಿಕವೇ ಕೃಷಿ ಪ್ರಾರಂಭಿಸಿದ ಸುಜಿತ್ ಮಿಶ್ರ ಬೆಳೆಗೆ ಒತ್ತು ಕೊಟ್ಟರು. ಅದು ಅವರ ಕೈ ಹಿಡಿಯಿತು ಕೂಡ. ಜೊತೆಗೆ ಯೂಟ್ಯೂಬ್ ಕೂಡ ಅವರ ಕೈ ಹಿಡಿದಿದ್ದು ಅಲ್ಲೂ ಒಳ್ಳೆ ಮೊತ್ತದ ಸಂಪಾದನೆ ಇದೆ. കേരളത്തിലെ കൃഷി ചെയ്യുമ്പോൾ കൂടുതലും കൃഷി ആദായകരമാക്കി മാറ്റുന്നതിന് പുതിയ ടെക്നോളജിയിൽ ഹൈ ഡെൻസിറ്റിയിൽ കൃഷി ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് സ്ഥല പരിമിതികളുണ്ട്. അപ്പോൾ അതനുസരിച്ച് ലേബറൊക്കെ നമ്മൾ പരമാവധി കുറച്ചുകൊണ്ട് നമുക്ക് മിഷനറികൾ പരമാവധി ഉപയോഗിക്കുക. അപ്പം തന്നെ ഓരോ വരമ്പിലും ഇവിടെയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് 3 ക്രോപ്പാണ് നമ്മൾ നട്ടുക. ചീര നട്ട് ചീര 20 ദിവസം കഴിയുമ്പോൾ ചീര വിളവെടുക്കും. ഇപ്പം ഇവിടെ തന്നെ ബന്ദി നമുക്ക് കീട നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ബന്ദി ഉപയോഗിക്കുന്നു. ഓണക്കാലമായിട്ട് തന്നെ വരുമാനമാക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ വഴുതന കൃഷി ചെയ്യുന്നു. അപ്പോൾ എല്ലാ കൃഷിക്കും നമുക്ക് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഇപ്പം ഞാനൊക്കെ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ പഠിച്ചു വന്നല്ല, പല സ്ഥലത്തും യാത്ര ചെയ്ത് പുതിയ കാര്യങ്ങൾ പഠിച്ചു. ഇസ്രായേൽ ഉൾപ്പെടെ പോയി പഠിച്ച് അവിടുത്തെ ടെക്നോളജി അതേപടി നടപ്പാക്കാതെ കുറച്ചുകൂടെ ഡെവലപ്പായി കേരളത്തിലെ കാലാവസ്ഥക്കനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ട് ആണ് ഇവിടെ കൃഷി നന്നായിട്ട് കൊണ്ടുപോകുന്നത്. വരും വർഷങ്ങളിൽ കേരളത്തിൽ ഇങ്ങനെ ഈ മോഡൽ കൃഷി കഴിഞ്ഞാൽ വലിയ സാധ്യതകളുള്ളത്. പ്രത്യേകിച്ചും യുവാക്കൾക്ക് ಕಡನು ವರ ಪಟ್ಟಿಯ ഏറ്റവും നല്ല ಮೇಖಲೆಯಾಗಿ ಕೃಷಿ ಮಾರುകയാണ്. ಅಂದ ಹಾಗೆ ಸುಜಿತ್ ಅವರ ಬಳಿ 30 ಎಕರೆ ಜಾಗವಿದ್ದು ಅಲ್ಲಿ ವಿವಿಧ ರೀತಿಯ ತರಕಾರಿ, ಹಣ್ಣು, ಹಂಪಲುಗಳನ್ನು ಬೆಳೆಸುತ್ತಿದ್ದಾರೆ. ഈ തോട്ടത്തിലെ കെണികളാണ്, നീരൂറ്റി കിടക്കുന്ന കീടങ്ങളാണ് ഇവിടെ വന്ന് പറ്റിപ്പിച്ചിരിക്കുന്നത്. കൃഷി തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതെല്ലാം നമ്മൾ സ്ഥാപിച്ചു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷരഹിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ലോകത്തെമ്പാടും വലിയ സാധ്യതകളുള്ളത്. അപ്പോൾ നമ്മുടെ പ്രത്യേകത ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാ തോട്ടത്തിലും സ്ഥാപിച്ചുകൊണ്ട് ഒരുപാട് വിളകൾ 8-9 വിളകൾ നമ്മൾ ഒരേപോലെ മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. വില നമുക്ക് സ്ഥിരത ഉറപ്പുവരുത്താനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ಈ ರೀತಿಯಾണെങ്കിൽ ಕೇರಳದಲ್ಲಿ ಕೃಷಿಗೆ വലിയ ಸಾಧ್ಯತೆಗಳಾണ് ಉള്ളത്. ಇನ್ನು ತಾನು ಮಾಡುವ ಕೃಷಿ ಚಟುವಟಿಕೆ ಉಳಿದವರಿಗೂ ತಲುಪಬೇಕು ಅನ್ನುವ ನಿಟ್ಟಿನಲ್ಲಿ ವೆರೈಟಿ ಫಾರ್ಮರ್ ಅನ್ನೋ ಯೂಟ್ಯೂಬ್ ಚಾನೆಲ್ ಮೂಲಕ ಇವರು ಕೃಷಿ ಜ್ಞಾನವನ್ನ ಹಂಚಿಕೊಳ್ಳುತ್ತಿದ್ದಾರೆ.